മസാല വഴറ്റാതെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് തന്നെ അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാനിവിടെ 2 എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് പാകത്തിന് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇവിടെ 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. നേർത്ത അവലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ബ്രൗൺ കളറിലുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം. ഒരുപാട് തിക്കായിട്ടുള്ള അവൽ എടുക്കാതിരിക്കുക. ഈ അവൽ ചേർത്ത് കൊടുക്കുന്നത് സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളം നല്ലപോലെ അബ്സോർബായി കിട്ടാനും നല്ലൊരു ബൈൻഡിങ് കിട്ടാനും സഹായിക്കും. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും സവാളയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ആ ഒരു അവൽ നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പം നോക്കൂ, വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്ന് അവൽ നല്ല പോലെ തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എടുത്തു വെച്ചിരിക്കുന്ന 4 മുട്ടയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിച്ച് വരണം. കൈ ഉപയോഗിച്ച് ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഷേസ്വാൻ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഷേസ്വാൻ സോസിന് പകരം റെഡ് ചില്ലി സോസോ അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസോ ഉപയോഗിക്കാവുന്നതാണ്. ഈ അവസാനം ചേർത്തിരിക്കുന്ന 2 ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു പുളീൻ്റെ രുചി കൂടെ കിട്ടും. അത്രമാത്രം ചെയ്താൽ മതി. ഇതിപ്പോൾ നോക്കൂ, ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ട് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇത് വേറെ മൈദയുടെ കൂട്ടിലൊന്നും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് അത്യാവശ്യം പറ്റൊക്കെ കാണും. ആ ഒരു പറ്റിലാണ് നമ്മൾ ആ ഒരു ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നല്ല പോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ മൈദയുടെ കൂട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ മുട്ടയുടെ കൂട്ടിലോ ഇട്ടിട്ട് നല്ലപോലെ കവർ ചെയ്തെടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതുപോലെ ചെയ്തിട്ടില്ല. ഇതുപോലെ ബ്രെഡ് ക്രംസിൽ വെറുതെ കവർ ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ തയ്യാറാക്കിയെടുത്താൽ മതി. ഇത് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഉണ്ണിയപ്പ ചട്ടിയിലാണ്. വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് എണ്ണയൊന്ന് തടവി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഓരോ കുഴിയിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ ദാ ഇതുപോലെ എല്ലാ കുഴിയിലേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ അളവിൽ ഏകദേശം 12 എണ്ണമാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുക. ഇതിന് കുറച്ച് നേരം അനക്കാതെ വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായി റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ എണ്ണയിൽ പൊരിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ സമയം ഇതിനാവശ്യമായിട്ട് വരും. പക്ഷേ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഈ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇത് ഒരുപാട് ക്രിസ്പി ആയിട്ടല്ല ഉണ്ടാകുക. നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൈദയുടെ കൂട്ടിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മുട്ടയുടെ കൂട്ടിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. മുകളിലേക്ക് കുറച്ച് മയോണൈസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാണാൻ ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോസോ മയോണൈസോ ഉപയോഗിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇട്ട് കൊടുത്തിരിക്കുന്ന ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ചാട്ടൊക്കെ കഴിക്കണ ആ ഒരു ഫീലിംഗ് ആണ് ഇത് കഴിക്കുമ്പോൾ കിട്ടുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.